ധ്യാനപീഠചിന്തകൾ. ധ്യാനപീഠചിന്തകൾ, എ ഡിവോഷണൽ തോട്ട് ഫോർ വർഷിപ്പ്. കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും ധ്യാനപീഠ ചിന്തയിലേക്ക് പ്രഭാതത്തിൽ സ്വാഗതം. നമ്മുടെ ധ്യാനത്തിന് ആധാരമായി വളരെ പരിചിതമായ റോമാലേഖനം 5-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങളിൽ നിന്ന് നമ്മുടെ പൂർവ്വകാല അവസ്ഥയെ വ്യക്തമാക്കുന്ന 4 പദപ്രയോഗങ്ങൾ ഞാനൊന്ന് ചൂണ്ടിക്കാണിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. റോമൻസ് ചാപ്റ്റർ 5 5-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു: നാം ബലഹീനർ ആയിരിക്കുമ്പോൾ തന്നെ ക്രിസ്തു തക്ക സമയത്ത് അഭക്തർക്കു വേണ്ടി മരിച്ചു. നമ്മുടെ പൂർവ്വകാല അവസ്ഥ എന്തായിരുന്നു എന്നുള്ളതും അതിനെ ക്രിസ്തുവിൻ്റെ മരണത്തോട് ചേർത്തുകൊണ്ട് പൗലോസ് അപ്പോസ്തലൻ ഇവിടെ ചില വസ്തുതകളെ ഓർപ്പിക്കുകയാണ്. ഒന്ന്, നാം വായിക്കുന്നത് ഇങ്ങനെയായിരുന്നു: നാം ബലഹീനർ ആയിരിക്കുമ്പോൾ തന്നെ. ഇവിടെ ബലഹീനർ എന്നുള്ളത് കൊണ്ട് അർത്ഥമാക്കുന്നത് ശാരീരികമായ ബലഹീനതയല്ല, മറിച്ച് ദൈവവുമായിട്ട് ബന്ധം പുലർത്തുവാൻ കഴിയാത്ത ഒരു ബലഹീനത നമുക്ക് സംഭവിച്ചു. അത് പാപത്തിൻ്റെ ഒരു ചിത്രമാണ്. ദൈവവുമായിട്ട് ഒരിക്കലും അടുക്കുവാൻ കഴിയാത്ത തരത്തിൽ നാം അകന്നുപോയി എന്നാണ് ആ പദത്തിൻ്റെ അർത്ഥം. അപ്പോൾ ഒന്ന്, പാപത്തിന് മുമ്പാകെ പാപത്തെ പരിഹരിപ്പാൻ കഴിയാത്തവരായിട്ട് തീർന്നതുകൊണ്ട് നാം ബലഹീനരാണ് എന്ന് ധന്യനായ പൗലോസ് ഇവിടെ ഓർപ്പിക്കുകയാണ്. ഒന്നാമത്തെ നമ്മുടെ പൂർവ്വകാല ചിത്രം നാം ബലഹീനർ ആയിരിക്കുമ്പോൾ എന്നുള്ളതാണ്. 2, നമ്മെക്കുറിച്ച് വായിക്കുന്നത് നാം അഭക്തർ ആയിരുന്നു എന്നുള്ളതാണ്. ഭക്തി എന്ന് പറയുന്നത് എന്തെന്ന് പോലും നമുക്കറിയില്ലായിരുന്നു. കാരണം എഫെസ് ലേഖനത്തിൽ നാം വായിക്കുന്നു, ലോകത്തിൽ ദൈവമില്ലാത്തവരായിരുന്നു ഞാനും നിങ്ങൾ. അപ്പോൾ അഭക്തർ എന്നുള്ള പദം നമ്മെ സംബന്ധിച്ച് ഏറെ ചേർത്ത് പറയുവാൻ കഴിയുന്ന ഒരു പദമായിരുന്നു. 3, നാം 8-ാം വാക്യത്തിൽ വായിക്കുന്നു: ക്രിസ്തുവോ നാം പാപികൾ ആയിരിക്കുമ്പോൾ തന്നെ. 3 നമ്മുടെ അവസ്ഥയെ വെളിപ്പെടുത്തുകയാണ്, നാം പാപികൾ ആയിരിക്കുമ്പോൾ തന്നെ എന്ന് വായിക്കുന്നു. 10-ാം വാക്യം ശത്രുക്കൾ ആയിരിക്കുമ്പോൾ. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന വാക്കുകളൊക്കെയും ആയിരിക്കുമ്പോൾ എന്നുള്ള ആ പദപ്രയോഗമുണ്ടല്ലോ, ആ സാഹചര്യത്തിൽ ഇരുന്നപ്പോഴാണ് അതിനോട് ചേർത്ത് പറയുവാൻ കഴിയുന്നത് ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചത്, ക്രിസ്തുവിന്റെ മരണത്താൽ നമുക്ക് നിരപ്പ് ലഭിച്ചിരിക്കുന്നത്, ക്രിസ്തു മൂലം നമുക്ക് പാപമോചനം ലഭിക്കുവാൻ ഇടയായിട്ട് തീർന്നിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, 5-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം വളരെ സുപരിചിതമായ വാക്യമാണല്ലോ. വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം നമുക്ക് ദൈവത്തോട് സമാധാനം ഉണ്ട്. ആ ലഭിച്ചിരിക്കുന്ന സമാധാനത്തെക്കുറിച്ച് പറഞ്ഞു തുടങ്ങിക്കൊണ്ടാണ് നമുക്ക് നമ്മുടെ പൂർവ്വകാല ചിത്രത്തെ ഇവിടെ കാണുവാനായിട്ട് കഴിയുന്നത്. ഒരു നിലയിൽ പോലും ദൈവസന്നിധിയിൽ അടുക്കുവാൻ കഴിയാതിരിക്കുമ്പോൾ, നാം ബലഹീനരും അഭക്തരും പാപികളും ശത്രുക്കളുമായിട്ടിരിക്കെ ദൈവസന്നിധിയിലേക്ക് വരുവാൻ നമുക്ക് കഴിയാതെ നമ്മുടെ ജീവിതം ഫുൾ സ്റ്റോപ്പ് ഇട്ടിരുന്നതാണ്. എന്നാൽ ആയിരിക്കുമ്പോൾ എന്നുള്ള ആ പദത്തോട് ചേർത്ത് പറയുന്നതെല്ലാം നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശുക്രിസ്തുവിന്റെ ക്രൂശ് മരണത്തിലാണ് ലിങ്ക് ചെയ്തിരിക്കുന്നത്. ഇന്ന് പ്രഭാതത്തിൽ ഏറെ സന്തോഷം നമുക്ക് തരുന്ന അനുഗ്രഹീതമായ ഒരു വിഷയമാണത്. എന്താണത്? നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ക്രൂശ് മരണത്താലാണ് അഭക്തരായിരുന്ന, ബലഹീനരായിരുന്ന, പാപികളായിരുന്ന, ശത്രുക്കളായിരുന്ന നമുക്ക് ദൈവസന്നിധിയിലേക്ക് വരുവാനും നമുക്കുണ്ടായിരുന്ന അയോഗ്യതകൾ മാറി ദൈവസന്നിധിയിൽ എത്തുവാനുള്ള യോഗ്യത നമുക്ക് ലഭിക്കുവാനും ഇടയായിട്ട് തീർന്നത്. ഇന്ന് പ്രഭാതത്തിൽ നമ്മുടെ കർത്താവിന്റെ ക്രൂശ് മരണത്തെ നാം ധ്യാനിച്ചു കൊണ്ടിരിക്കുമ്പോൾ സ്വർഗത്തിന്റെ മഹത്വമായിരുന്നവൻ മണ്ണിലേക്ക് ഇറങ്ങി വന്ന് മാനവജനത്തിനു വേണ്ടി കാൽവറിയിലെ കൊലമരത്തിൽ മരിച്ച് അതികാഠിന്യമുള്ള വേദന സഹിച്ച് നമ്മുടെ പാപത്തിന്റെ ശിക്ഷ എന്നേക്കും മാറ്റി നിത്യനരകത്തിൽ പോകേണ്ടിയിരുന്ന നമ്മെ നിത്യസ്വർഗത്തിന്റെ അവകാശികളാക്കി തീർക്കുവാൻ നമുക്ക് വേണ്ടി വേദനപ്പെട്ട് മരിച്ച നമ്മുടെ കർത്താവ്. അതുകൊണ്ട് പൗലോസ് നമ്മുടെ പൂർവ്വചിത്രം പറയുമ്പോൾ അതിനോട് ചേർത്ത് പറയുകയാണ്, ആയിരിക്കുമ്പോൾ അവൻ നമുക്ക് വേണ്ടി മരിച്ചു. പ്രിയപ്പെട്ടവരെ, ഇന്ന് പ്രഭാതത്തിൽ നമ്മുടെ കർത്താവിന്റെ ക്രൂശ് മരണത്തെ നമുക്ക് നന്ദിയോടെ ധ്യാനിക്കാം, ഓർക്കാം. നമ്മുടെ അവസ്ഥയെ മാറ്റുവാൻ നമുക്ക് വേണ്ടി ഒരിക്കലും മരിക്കുവാൻ കഴിയാത്തവൻ നമുക്ക് വേണ്ടി മനുഷ്യനായിട്ട് മരണമേറ്റെടുത്തു എങ്കിൽ ഇന്ന് പ്രഭാതത്തിൽ നമ്മുടെ കർത്താവിനെ നമുക്ക് സ്തോത്രവും സ്തുതിയും അർപ്പിച്ച് പിതാവായ ദൈവത്തിന് പുകഴ്ചയർപ്പിച്ച് ആരാധിക്കാം. അവിടുത്തെ ധന്യമേറി നാമം മഹിമപ്പെടുമാറാകട്ടെ. വീഴുന്നു ഞാൻ നാഥ നന്ദിയോടെ വിശുദ്ധമാം നിൻ തിരുസന്നിധിയിൽ, വല്ലഭനാം നീ വഴി നടത്തി വിശ്വസ്തനായെന്നും കാത്തതിനാൽ, വല്ലഭനാം
എന്നും കാത്തതിനാ വീഴുന്നു ഞാൻ നാഥ നന്ദിയോടെ വിശുദ്ധമാം നിൻ തിരുസന്നിധിയിൽ. വല്ലഭനാം നീ വഴി നടത്തി വിശ്വസ്തനായെന്നും കാത്തതിനാ